ഡൽഹിയിൽ നിന്നുള്ളൊരു വിസ്മയത്തിന്റെ വാർത്ത വരുന്നുണ്ട്. ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായെ നേരിൽ കാണാൻ ചെന്ന ജോസഫ് വിജയ് എന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി കൂടിയായ വ്യക്തിക്ക് അനുമതി കിട്ടിയില്ല. നിങ്ങൾ അറിഞ്ഞോ? നോക്കിയേ, നോക്യാപ്പ് എന്ന ചാനൽ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദൈവം സഹായിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഇത് ഒരു വാർത്തയുമല്ല, വിവാദവുമല്ല. പക്ഷെ ഒരു കാര്യം ആലോചിക്കണേ, സതീശ മേനോന്റെ ഡൽഹി സന്ദർശന സമയത്താണ് കേരളത്തിൽ പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ് നടന്നത്. ആ ഇ.ഡി. റെയ്ഡ് നടക്കുന്ന സന്ദർഭത്തിൽ ആദ്യം പ്രധാന സേവകന്റെ വീട്ടിലേക്ക് കേരളത്തിൽ നിന്നുള്ള മുഖ്യ സേവകൻ ചെല്ലുമ്പോൾ വീടിന്റെ ഡോറ് മലർക്കെ തുറന്നിട്ടിരുന്നു. ഒരു ഉദ്യോഗസ്ഥന്റെയും സാന്നിധ്യമില്ലാതെ രണ്ടുപേരും തമ്മിൽ അവിടെ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി. അതിനുശേഷം അടുത്ത ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ സതീശൻ ചോദിച്ചുടനെ വീടിന്റെ ഡോർ തുറക്കപ്പെട്ടത്. ആ സന്ദർഭത്തിൽ ഡൽഹിയിൽ ഉണ്ടായിരുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് സമയം അനുവദിച്ചില്ല. അതെന്താണ് ആ ഒരു വിസ്മയത്തിന് കാരണം? തമിഴ്നാടിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ വ്യക്തിക്ക് ആഭ്യന്തരമന്ത്രിയെ കാണാൻ സമയമില്ല. പക്ഷേ സതീശന് ഇല്ലാത്ത സമയം അനുവദിച്ചു കൊടുത്തു. ഡീലെന്നൊന്നും ആരും പറഞ്ഞു കളയല്ലേ. അതേ കൂടിക്കാഴ്ച നടക്കുന്ന സന്ദർഭത്തിൽ ഇ.ഡി. ഇവിടെ എത്തി പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. വലിയ വാർത്താ പ്രാധാന്യവും പിന്നാലെ 2 ദിവസം വാ തുറക്കാതെ മേനോൻ മുഖ്യമന്ത്രി നടന്നു. ആ വ്യക്തി വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾ കൂടി ആവശ്യപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നടന്നത്. കൃത്യം ഞാൻ അവിടെ എത്തിയ സമയത്ത് തന്നെ അങ്ങനെ നടന്നതിന്റെ ഒരു വിസ്മയം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഏതായാലും കേരളത്തിലെ മൂരിബുദ്ധികളായിട്ടുള്ള മൗദൂദികൾക്കും സുഡാപ്പികൾക്കും അല്ലെങ്കിൽ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആ മതത്തിൽപ്പെട്ടവർ തിരിച്ചറിഞ്ഞോളൂ, നിങ്ങൾ അറിയാതെ നിങ്ങൾ ഒറ്റുകൊടുക്കപ്പെടുകയാണ്. ഇന്നലകളിൽ AICC അംഗം പോലും ആകാതിരുന്ന വ്യക്തി ഡൽഹിയിൽ ആകെ സന്ദർശനത്തിന് പൊയ്ക്കൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ മാത്രം. ഇതുവരെ കേന്ദ്രമന്ത്രി പോലും ആയിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് ഡൽഹിയിൽ എത്തിയ ഉടനെ ഇത്രയും വലിയ സ്വീകാര്യത കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മേനോൻ ഉപയോഗിച്ച ആ വിസ്മയം എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? ശാഖയുടെ മുന്നിൽ പോയി ഗോൾവാൾക്കർ ചിത്രത്തിന് വിളക്ക് കൊളുത്തിയ മേനോൻ ഇട്ടിരിക്കുന്ന ഖദറാണെങ്കിലും ഉള്ളാലെ ആരാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ജോസഫ് വിജയ്, ശ്രദ്ധിക്കുക, മേനോൻ അല്ല, ജോസഫ് വിജയ്, അത് നമ്മുടെ തൊഴുത്തിൽ നിൽക്കുന്ന ഇനമല്ല. അയാളെ കാണാൻ സമയം കൊടുക്കേണ്ട കാര്യവുമില്ല, കാണേണ്ട കാര്യവുമില്ല. എന്തുകൊണ്ട്? അത് നമ്മുടെ വഴിക്ക് വരില്ല. നമ്മുടെ വഴിക്ക് മുട്ടിലിഴഞ്ഞു വരുമെന്ന് ഉറപ്പുള്ളവരെ ചേർത്ത് നിർത്തുകയും എന്നാൽ അതേ സന്ദർഭത്തിൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു മുഖ്യമന്ത്രിക്ക് സമയം അനുവദിക്കാതിരുന്നതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡീൽ ഓർ നോ ഡീൽ. കേരളത്തിലെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കെട്ടാൻ പരുവപ്പെടുത്തി കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. അതിലെ ഗംഭീര വിസ്മയം എന്ന് പറഞ്ഞാൽ എതിർത്തിരുന്ന ന്യൂനപക്ഷങ്ങളെയും കൂടി കൂട്ടിക്കൊണ്ട് സംഘപരിവാറിന്റെ ആലയത്തിൽ പോയി നിൽക്കാനുള്ള സതീശന്റെ ആ കഴിവുണ്ടല്ലോ, ആ മുന്നാ കഴിവിനെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഞെട്ടലോടെ തിരിച്ചറിയും.